പ്രത്യേകിച്ച് ഐഡിയകളൊന്നും ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു വർക്കാണ് കേട്ടോ. നമ്മുടെ പഴയ കുറച്ച് വളകളാണ്. അപ്പോൾ ഇതെന്തായി തീരുമെന്നറിയില്ല. ഇതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വളയ്ക്ക് കുറച്ച് വണ്ണം തോന്നാൻ വേണ്ടിയിട്ട് 4 വളകൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. സൂക്ഷിപ്പിൻ്റെ ഗുണം കൊണ്ട് ഈ ഗ്ലൂവിൻ്റെ ഫ്രണ്ടിലുള്ള നോബങ്ങ് പോയി കിട്ടി. അതുകൊണ്ട് തന്നെ ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഒട്ടിച്ചിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മളിതിന് ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കണം. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ത്രെഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് ചുറ്റിയെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഏറ്റവും വലിയ ടാസ്ക് ഇതായിരുന്നു കേട്ടോ. ഈ ഒരു വള ഫുൾ ഇതൊന്ന് ടൈറ്റാക്കി ചുറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ഫുള്ള് കുത്തിയിരുന്ന് ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പോർഷൻ ഇങ്ങനെ ഒട്ടിച്ച് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് സ്റ്റോൺ ഒട്ടിച്ച് വളയൊന്ന് സുന്ദരിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു വയലറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡ് വരുന്ന സ്റ്റോണുമാണ് ഒട്ടിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പിട്ടായിരുന്നു ഒട്ടിച്ചത്. പിന്നീട് നമുക്കതൊരു ഇത്ര വലിയ ഭംഗിയല്ലാന്ന് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി അടുപ്പിച്ചാണ് ബാക്കി പിന്നെ ഫുള്ള് കവർ ചെയ്തത്. അപ്പോൾ മൊത്തം ഒട്ടിച്ച് തീർന്നപ്പോഴത്തേക്ക് കൈയൊക്കെ ഏതാണ്ട് ഒരുമാതിരി തൊലി പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു. കാരണം ഗ്ലൂ എല്ലാം കൂടെ കയ്യിൽ വന്ന് അകപ്പാടെ വല്ലാത്തൊരു പരിവായി. എന്നാലും സാരമില്ല, നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ വള സെറ്റാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഹാപ്പിയായി. അപ്പോൾ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കിയിട്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.